ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 രാജാക്കളുടെ പുസ്തകം 16-ാമത്തെ ആയത്തിന്റെ 31-ാമത്തെ വാക്യം വായിച്ചാണ്. 1 രാജാക്കളുടെ പുസ്തകം നാബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാവങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സിദോനിയ രാജാവായ യെക്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥന. കർത്താവേ സ്തോത്രം, ഈ വാക്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം പകരണമേ. ഈ വചനത്തിലൂടെ ആത്മശക്തി വെളിപ്പെടട്ടെ. ഈ വചന ആത്മാവിന്റെ ചൈതന്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് ഒരു പ്രയോജനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് പറൂറിന് ബലയുന്ന ഫലം കാക്കട്ടെ. യേശു മൂലം പ്രാർത്ഥിക്കുന്ന നല്ല പിതാവേ, ആമേൻ. ഇന്ന് രാത്രി കടന്ന എല്ലാവർക്കും ദൈവമക്കൾക്കും വീണ്ടും പരമേശ്വര ദുഷ്ടമായ സ്നേഹം അറിയിക്കും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയേറിയ ഒരു ശക്തിയാണ് ഇസബേൽ. വെളിപ്പാട് പുസ്തകത്തിനകത്തും ഇസബേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സഭയില് വെളിപ്പാട് പുസ്തകത്തിൽ ഇസബേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സഭയെ കുറിച്ച് പറയുമ്പോൾ ഇസബേലിന്റെ ആമേൻ ഉപദേശം കൈക്കൊള്ളുന്ന ഒരു സഭ വെളിപ്പാട് പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസബേലിന്റെ ഉപദേശം ആമേൻ വിഗ്രഹങ്ങൾ അർപ്പിക്കപ്പെട്ടത് കഴിക്കുന്ന ഒരു ഇസബേലിന്റെ സഭ. ഇസബേൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുണ്ട്. അനേക പേര് വഴിതെറ്റിക്കുന്ന ഒരു ശക്തിയാണ് ഇസബേൽ. അനേക ദൈവദാസന്മാരെയും അനേക ദൈവമക്കളെയും ഇത് പറ്റിക്കുന്ന ഒരു ശക്തിയാണ് ഇസബേൽ. ഇസബേല് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവള് മന്ത്രവാദത്തിന്റെ ഏറ്റവും ആവിചാരത്തിന്റെ മെയിൻ കളിയ. വസ്തു അടുത്തവരെ തകർക്കുവാൻ, വസ്തു എടുക്കുവാനും ഒരു ഭയമില്ലാത്തവള. നാബോത്തിന്റെ കൊന്നു വസ്തു കൊടുത്ത് ഭർത്താവിന് കൊടുത്തവള. ഒരു ഇസബേല് നോക്കിയോ, ഇവളെ ആവിചാരം വലുത. ഈ ഇസബേലിനെ കൊല്ലാം, പക്ഷേ ഇസബേലിന്റെ ആവിയെ കൊല്ലാൻ പറ്റില്ല. ഇസബേലെ കൊല്ലാം, അവളെ ആവിയെ കൊല്ലാൻ പറ്റില്ല. ആവിയാണ് ഇവിടെ കിടന്നടിക്കുന്നത്. എങ്ങനെയല്ല ആവി വരുമെന്നറിയാം. ആവി മോഹിനി രൂപത്തിൽ വരുന്ന ആവികളാ ഇസബേല്. ഒരാളെ എങ്ങനെ തകർക്കാം, ഏത് വിധത്തിൽ അഴിക്കാം എന്ന് വരുന്നതാണ് ഇസബേൽ. അവൻ ഏലിയാവിന്റെ ചരിത്രത്തിലുള്ളതാ ഇസബേല്. തുടങ്ങുന്നത് ഏലിയാവിന്റെ ചരിത്രത്തിലാ, അവസാനിക്കുന്നത് യഹൂന്റെ ചരിത്രത്തിൽ അവസാനിക്കുന്നത്. അപ്പോൾ ഇസബേലിന്റെ ചരിത്രം ഇവിടെ തുടങ്ങിയോ, അവൻ ഇസ്രായേലിലെ രാജാവായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി തുടങ്ങി. നോലോത്തിന്റെ കാലത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി നമസ്കരിച്ചു. ആ കാലം കൊത്തുകൊണ്ട് ഇതിങ്ങനെ അടുക്കി വരുന്നു. അനേക പ്രവാചകന്മാർ വന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കൾക്ക് പ്രവാചക വാക്യങ്ങൾ അവരെ ഉപദേശിച്ചിട്ടും അവരൊന്നും ആ വചനത്തിൽ അവരെ കീഴ്പ്പടിഞ്ഞില്ല. അങ്ങനെ കീഴ്പ്പടിയാത്ത കാലത്തിലാണ് ഏലിയാവ് എഴുന്നേറ്റ് വരുന്നത്. ആ കാലത്തിലാണ് ആഹാബിന്റെ ചരിത്രം ഇവിടെ ഉള്ളത്. അവൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത്, ഞാൻ സേവിക്കുന്ന ദൈവമല്ലാതെ, ഞാൻ പറയാതെ അവൻ 3.5 വർഷം മഞ്ഞും മഴയും പെയ്യയില്ലെന്ന് ഒറ്റ വാക്കോടെ അവൻ എവിടെ ആകാശമേഘത്തെ അടച്ചു കളഞ്ഞു. ഒരു വാക്കിന് യോബ് പുസ്തകത്തിൽ പറയുന്നു, അവൻ നമ്മളെപ്പോലെ സമപ്രായമുള്ള മനുഷ്യൻ. അവൻ 3.5 വർഷം മഴയും മഞ്ഞും പെയ്യലെന്ന് പറഞ്ഞപ്പോ അടച്ചതുപോലെ അവന്റെ വിശ്വാസത്തോട് ദൈവമക്കളിരുന്ന നിങ്ങൾ ഈ മലയെ നോക്കി ഇപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞാൽ പോകും. മലയെന്ന് പറഞ്ഞാൽ ഈ മലയിലെ പിശാച, ആ മലയെ നോക്കി പോകുമെന്ന് പറഞ്ഞാൽ പോകും. അതാണ് വിശ്വാസ വാക്ക്. ആ വിശ്വാസത്തിലാണ് ഏലിയാവ് വരുന്നത്. ഏലിയാവ് വിശ്വാസത്തിലാണ് നിലനിന്ന് വരുന്നത്. ഏലിയ ഇങ്ങനെ പറയുന്നു, ആഹാബിന്റെ അടുത്തായിട്ട് പറഞ്ഞത്. ആഹാബ് അത്ര ബീജന. ആഹാബിന് എത്ര പ്രവാചകന്മാര്? ആമേൻ. ആഹാബിന് 400, ആ മറ്റവന് 400. ബാൽ വിഗ്രഹങ്ങളും അശോര പ്രതിഷ്ഠയുമാണ് ഇവരെ. അശോര പ്രതിഷ്ഠ ഒരു മഴ പെയ്ക്കുന്ന ഒരു ശക്തിയാണ്. ഈ ബാലിന്റെ കാമുകി ഇവരും മഴ പെയ്ക്കുന്ന ഒരു ശക്തിയാണ്. ഇവരെയാണ് ഇവർ കൊണ്ടാടുന്നത്.
ഈ കൊണ്ടാടുന്ന കാലത്തിലാണ് ദൈവമക്കൾ അവൻ 2 തോണിയിൽ കാല് വെക്കാൻ തുടങ്ങി. ദൈവത്തിലേക്ക് വരുന്നില്ല, അവര് ലോക ആഡംബരത്തിലേക്ക് പോയി. അത് കാണുമ്പോ എല്ലാവർക്കും നല്ല ആഡംബരം, നല്ല നല്ല ഒരുങ്ങിയൊക്കെ നടക്കാം അല്ലെ? നമ്മളെ കാണുമ്പോ ഒരുങ്ങി നടക്കാൻ പറ്റുന്നോ? ഇല്ലല്ലോ. അപ്പോ മനസ്സിലാക്കണേ, ഇവർ ആഡംബരത്തിൽ ഒരുങ്ങി നടന്നപ്പോ ഇസ്രായേൽ മക്കൾ നോക്കി ദൈവസന്നിധിയിൽ പടിപ്പടിയാ മാറാൻ തുടങ്ങി, അകർന്നു മാറാൻ തുടങ്ങി. ഈ ശക്തി കയറിയാല് ഇങ്ങനെ കുറേച്ച ഇങ്ങനെ മാറ്റിപ്പോവും. ഇങ്ങനെ മാറ്റി ദൈവമക്കളെ വിട്ട് മാറിപ്പോ. ഒരു ശക്തി എങ്ങനെ വരുന്നെന്ന് അറിയാൻ പറ്റൂല. ആമേൻ. നിങ്ങളൊന്നും പറയണ്ട, നേരെ വസ്ത്രം ധരിക്കുന്നവര് ഇത് അറ്റാക്ക് ചെയ്യൂല. അവൻ കോണലായ വസ്ത്രങ്ങൾ ധരിക്കുന്നവര് ഇത് എളുപ്പം പിടിച്ചങ്ങ് കയറിക്കളയും ഈ ശക്തി. ആമേൻ. ഇത് അതിനാ ഇഷ്ടം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം. ആമേൻ. പ്രാർത്ഥിക്കുമ്പോ ഒരു ശക്തി വന്ന് നിന്നൊക്കെയുമ്പോ അറിയാം എങ്ങനെയുള്ള ശക്തി. ആമേൻ. അറകുറയായിട്ട് വന്ന് നിൽക്കുമ്പോ മനസ്സിലാക്കണമേ, ഇതാണ് ആ ശക്തി എന്ന്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണമേ, ഇതാണ് ഈ സഭയിൽ നുഴഞ്ഞു വരുന്നത്. അവൻ നിസ്സാരം പറഞ്ഞ യഹൂ രാജാവ് വരുമ്പോ അവള് കണ്ണിലിങ്ങനെ എഴുതുക, കണ്ണാടി നോക്കി ഇങ്ങനെ കണ്ണപ്പിരിയത്ത് മഷി എഴുതി നിൽക്കുക. അവനവരെ വശീകരിക്കാൻ നോക്കി. ഈ കിളവിയായവൻ അവൻ രാജാവ് വശീകരിക്കാൻ നോക്കി. അത്രയ്ക്ക് വശീകരണ ശക്തിയുള്ളതാണ് ഇസബേലിന്റെ ആധിപത്യം. ഇസബേൽ എന്ന് പറഞ്ഞാൽ ചില്ലറ ആവിയില്ല, ഇങ്ങനെ നുഴഞ്ഞു കയറുന്ന ശക്തിയാണ്. ഒരു വ്യക്തിയെ തകർക്കാൻ കരുതി നുഴഞ്ഞു കയറി വരുന്ന ശക്തി. ഒരു വ്യക്തി എങ്ങനെ ആത്മീയ ഹോളമിട്ട് തകർക്കാമെന്ന് ഒരു വ്യക്തിയെ എങ്ങനെ തകർത്തു മുടിക്കാം, ഒരു വ്യക്തിയുടെ കുടുംബത്തെ എങ്ങനെ തകർക്കാം, ഒരു കുടുംബത്തിന്റെ കുടുംബ ജീവിതത്തെ എങ്ങനെ തകർക്കാം, ഒരു കുടുംബത്തിന്റെ കുടുംബം നല്ല ജീവിക്കുന്ന പുരുഷനെ എങ്ങനെ വഴിതെറ്റിക്കാം, ഒരു കുടുംബത്തിൽ എങ്ങനെ ഇരിക്കുന്ന സഹോദരിമാരെ വഴിതെറ്റിച്ച് പിരിഞ്ഞ് 2 കുടുംബമാക്കാൻ പറ്റുന്നതാണ് ഇസ്രായേലിന്റെ ശക്തി. അങ്ങനെ അനേകവര് തകർന്നിട്ടുണ്ട്. അങ്ങനെ അനേക കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ തകർന്നിട്ടുണ്ട്. അനേക ക്രിസ്തുവിന്റെ സുവിശേഷം ചെയ്യുന്നവര് അനേകവരെ വശീകരിക്കാൻ നോക്കുന്ന ഒരു ശക്തിയാണ് ഇസ്രായേൽ. അവളെ ആവിചാരവും അവളെ ആവിചാര ശക്തികളാ ഇസ്രായേൽ. അവൻ ഇസ്രായേല ഒരാള് അവൻ പെട്ടെന്ന് തകർക്കുന്നത്, അവൻ ആത്മീകത്തെ തകർക്കുന്ന ഒരേ ഒരു ശക്തി ഇസ്രായേലിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ അവൻ ചിന്തകളെ മാറ്റിക്കളയും, അവൻ മനസ്സുകളെ മാറ്റിക്കളയും. അവൻ നിങ്ങളെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം മാറിപ്പോകും. അവൻ ഇസ്രായേലിന്റെ ശക്തി ലോകത്തെ കൊണ്ടുവരുന്ന ഒരു ശക്തിയാ. ഇസ്രായേലിന്റെ ശക്തിയാ. അവൻ നല്ല വെളുത്തവരെ കാണുമ്പോ മോഹിക്കാൻ അവൻ ഇങ്ങനെ ഉത്സാഹിക്കുന്ന ഉന്തിത്തള്ളുന്ന ഒരു ശക്തിയാ ഇസ്രായേല്. ഈ ഇസ്രായേലിന്റെ ശക്തിയെ അഴിക്കാൻ എളുപ്പം പറ്റുകയില്ല. ഈ ഇസ്രായേലിന്റെ ശക്തി അഴിക്കണമെങ്കിൽ ഏലിയാവിനെ കൊണ്ട് പറ്റിയില്ല, എലീശയെ കൊണ്ടുവരില്ല, അവൻ തീയിറക്കിയവരെ കൊണ്ട് പറ്റിയില്ല, അവൻ ഡബിൾ അത്ഭുതം ചെയ്ത് എലീശയെ കൊണ്ടും പറ്റിയില്ല, ആരെ കൊണ്ടും പറ്റിയില്ല. പക്ഷെ ഇസ്രായേലെ തകർക്കണമെങ്കിൽ ആത്മാവ് പ്രാപിച്ചവരെ കൊണ്ട് ആത്മാവ് പ്രാപിച്ചത് മാത്രമല്ല, വെളിപ്പാട് കണ്ടവര്, വെളിപ്പാട് ദർശിക്കുന്നവര് അവളെ തന്ത്രത്തെ അറിയാൻ പറ്റും. വെളിപ്പാട് ദർശിച്ചില്ലെങ്കിൽ അവളെ തന്ത്രത്തെ അറിയാൻ പറ്റില്ല. ഇന്ന് രാത്രി മനസ്സിലാക്കി, നിങ്ങൾക്ക് വെളിപ്പാടിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ആ ഈശ്വരന്റെ ശക്തിയെ നിങ്ങൾക്ക് എളുപ്പം തകർക്കാൻ പറ്റും. അത് തകർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം കാവൽ ചെയ്യാൻ പറ്റും. ആമേൻ. ഇവിടെ ഒരു ശക്തി എന്ന് പറഞ്ഞ അവൻ ഭർത്താവ് ഇങ്ങനെ വരിക. ഭർത്താവ് ഇങ്ങനെ എന്ത് രീതിയിലാണ് നാമത്തിനോട് ചോദിച്ചു, എന്റെ അരമന അടുത്ത് എന്ന് പറഞ്ഞ അരമനയുടെ അടുത്ത് ഒരു മുന്തിരിത്തോട്ടം കിടപ്പുണ്ട്, അത് നീ എനിക്ക് തരുമോ? ഞാൻ നിനക്ക് അതെക്കാട്ടിലും വില തരാം, അല്ലെ അതെക്കാട്ടിലും വസ്തു തരാം, എനിക്കതിനെ കീരത്തോട്ടാക്കണമെന്ന്. ഒരു മുന്തിരിത്തോട്ടം അധ്വാനിച്ചുണ്ടാക്കണമെങ്കിൽ അത് ഫലമെടുക്കാൻ 3 വർഷമാവും. ക്ഷീരത്തോട്ടം എന്ത് ചെയ്യും? തക്കനെ കീർത്തു വരും. ഇവൻ പറഞ്ഞ്, എന്റെ പിതാക്കന്മാരുടെ അവകാശത്തെ ഞാൻ ആർക്കും കൊടുക്കയില്ല, ആർക്കും കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതാണ് ആദ്യത്തെ അവളെ ആവിചാര തന്ത്രങ്ങൾ. എന്റെ പിതാക്കന്മാരുടെ അവകാശത്തെ ഞാൻ ആർക്കും. നമ്മുടെ ആൾക്കാർ പോലെ എന്റെ അപ്പന്റെ സ്വത്ത് എനിക്ക് വേണ്ട. അവിടെ ആൾക്കാർ പറയുന്നവരുണ്ട്, എന്റെ അപ്പന്റെ സ്വത്ത് അവൻ കുടുംബ സേവയുടെ വായിച്ചുകൊണ്ട് പോകണം കേട്ടോ.
പ്രീതലോ കൊടുത്തു വിട്ടവര് സൗകര്യമായി കൊടുത്തു വിട്ടവര് വന്ന് കുടുംബശേറിന് വന്നു കളയരുത്. അവരെല്ലാം വാങ്ങിച്ചോണ്ട് പോയത്. സഹോദരങ്ങൾ കുടുംബശേറിലേക്ക് ഒരു നെല്ല് പോലും കൊടുക്കരുത്. അത് നിങ്ങൾക്ക് അവകാശമുള്ളതാണ്. അതാണ് പറഞ്ഞത്, എന്റെ പിതാക്കന്മാരുടെ സ്വത്ത് ഞാൻ ആർക്കും കൊടുക്കയില്ല. ആമേൻ. ഒരു രാജാവിന്റെ അടുത്ത് നോക്കി അവന് നാവോട് പറയുക, ഞാൻ എന്റെ പിതാക്കന്മാരെ തന്ന സ്വത്ത്, എന്റെ വാക്തത്വ സ്വത്ത് ഞാൻ ആർക്കും കൊടുക്കയില്ല. ഇവൻ പോയി എന്തോ കട്ടിൽ കിടക്കുക, മൂക്കള വാച്ചി കിടക്കുക. അങ്ങനെ മൂക്കള വാക്യം പോലെ കരച്ചിയും എന്ന കട്ടിൽ കിടന്ന് ആ ഒരു ഓർപ്പ കരയും പോലെ, ഓർപ്പ രൂപത്തിലുള്ള ഓർപ്പ അമ്മ ഒരു ഉമ്മനം ചെയ്തിട്ട് അവള് പോയ പോക്ക എങ്ങനെ പോണ്, വീണ്ടും അടുത്ത് ആരെങ്കിലും തേടി പോയതുപോലെ അവളിങ്ങനെ പോയത്. കട്ടിൽ കിടന്ന് മൂക്കള വാച്ച് കരഞ്ഞ് ആഹാരം വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ചില സൗകര്യമാര് കാര്യം സാധിക്കാൻ കരുതി ഭർത്താവിന്റെ അടുത്ത് കരയുന്നത് പോലെ ഇവ വന്ന് കരഞ്ഞു കിടക്കയാ. ഇപ്പൊ സാധാരണ ഭാര്യമാരാണ് ഭാര്യമാരുടെ എങ്ങനെ ഭാര്യമാർ ഭർത്താവിന്റെ കരയാ പറഞ്ഞത്. ഇവ അങ്ങനല്ല, നേരെ കമന്ന് കരയുക. എന്തിനരുത് ഇവര് വായിക്കുമ്പോ നിങ്ങളെടുത്ത് വായിച്ചിട്ടാ വേദവാദം, അത് റെഫറൻസ് വായിച്ചിട്ടൊന്ന് വായിച്ചത്. 2 രാജാക്കളിലുള്ളതാ. രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ 4 ഇസ്രായേലായ നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല. പറഞ്ഞു പറയും. കണ്ട കട്ടിലിന്റെ ഒരു ഭക്ഷണം കഴിക്കാതെ എന്തൊരു പിണക്കമാ. ആരടുത്ത്? ഭാര്യ ഭർത്താവ് പിണക്കല്ല, നാബോത്ത് വസ്തു കൊടുക്കാത്ത പിണക്കം. നമ്മുടെ ആൾക്കാരല്ലേ ഭാര്യമാരെ ഇന്ന് എനിക്ക് ആഹാരം വേണ്ട, ഞാൻ ചോദിച്ച സാധനം വാങ്ങിച്ചു തന്നില്ലെന്ന്. അതേപോലെ ഇല്ല, ഇത് തലവിരില്ല. അപ്പൊ അവൻ ചോദിച്ചു, ഇസബേലിന് ചോദിക്കാം, എന്താ നീ ആഹാരം ഭക്ഷ്യ കാണിക്കുന്നത്, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്, എന്താ നിന്റെ കണ്ണുനീര് വാർക്കുന്നത്? അത് ഞാൻ നാബോത്തിന്റെ അടുത്ത് ചോദിച്ചു, എന്റെ അരമന അടുത്ത് കിടക്കുന്നില്ലേ ആ മുന്തിരിത്തോട്ടം എനിക്ക് തരും, എനിക്ക് ചീരത്തോട്ടാക്കണമെന്ന്. അതിനാ നീ രാജാവല്ലേ, നീ എഴുന്നേൽക്ക്, നീ ഭക്ഷിച്ചു പാനം ചെയ്യ്, നിനക്ക് ഞാനത് തരാം. അവൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിൽ ആ മന്ത്രവാദം ആവിചാരം ചെയ്ത് വസ്തുക്കൾ എടുക്കാൻ നോക്കുന്നത് പോലെ അവന് കുറച്ച് നീചന്മാരെ ഒരുക്കി ഒരു പ്രത്യേക സ്ഥലത്തിൽ വെച്ച് ചില യഹൂദ മൂപ്പന്മാരെ വരുത്തി അവിടെ കൂടി നിർത്തി 2 നീചന്മാരെ നിർത്തി ഒരു കള്ളപത്രമുണ്ട്. ഇവൻ രാജാവിന് ദൈവത്തിന് വിരോധമായി അവൻ ദൂഷണം പറഞ്ഞ് എഴുതി കൊടുത്ത് വരുത്തിയിരിക്കും. ഒരു കൂട്ടരെ വരുത്തിയിരിക്കുമ്പോ 2 പേര് എഴുന്നേറ്റ് ഇവനൊരു കള്ളസാക്ഷ്യം പറഞ്ഞ് ആ കള്ളസാക്ഷ്യം പറയുമ്പോ ഇവൻ ദൈവത്തിന് രാജാവിനുമായി കള്ളസാക്ഷ്യം പറഞ്ഞത് ആ 2 നീചന്മാർ എഴുന്നേറ്റിന് ഈ ഉപ്പര് അവനെ കള്ളറിഞ്ഞ് കൊല്ലിച്ചു. അവന്റെ രക്തം നായ്ക്കള വന്ന് നെക്കി. അപ്പോൾ ഇവ എന്തും ചെയ്തെന്നറിയാമോ? ഇങ്ങനെ കൊന്നിട്ട് ഇവ അപ്പൊ നീ നാബോത് മരിച്ചു, നീ നിന്റെ വസ്തു എടുക്കാൻ പോ. അവൻ എടുക്കുന്ന വേളയിലാണ് ഒരുത്തം വരുന്നത്. ആമേൻ. കിച്ച്മനായ ഏലിയാവ് അവൻ പറയുക, കൊല്ലുവാനും മോട്ടിക്കുവാനും. ആമേൻ. നീ ഉത്സാഹിക്കുന്നു, എന്റെ ഭാര്യയെ കൊണ്ട് ഉത്സാഹിക്കുന്നു എന്ന് ചോദിച്ചു. ഇന്ന് രാത്രി മനസ്സിലാക്ക്, എങ്ങനെയാണ് ഒരുത്തനെ വേട്ടയാടി വസ്തു എടുത്ത്, എങ്ങനെയാണ് ഒരു ദൈവമക്കളുടെ ഭവനത്തെ തകർക്കുന്നത്. ഇസബേലിന്റെ ആവി തകർക്കണത് അവൻ നിങ്ങളെ ഏരിയയിലൊക്കെ ഇസബേലിന്റെ ശക്തിയുണ്ട്. അവൻ മനസ്സിലായാലും മാത്രം ഹാലിലെ പറഞ്ഞൊക്കെ നിങ്ങളെ വീട്ടിനടയിലൊക്കെ ഇസബേലിന്റെ ശക്തികളുണ്ട്. ആ ഇസബേലിന്റെ ശക്തികളാണ്, സ്ത്രീ ശക്തികളാണ് കൂടുതൽ ഇതിന് പോണത്. ആ ശക്തിയാ എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ ഒരുത്തൻ തകർത്ത് വസ്തുക്കളെ കൈവശമാക്കി. അങ്ങനെ ആ കാലമാണത്. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കണേ, ഇസ്രായേലിന്റെ ആധിപത്യം തകർക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, പ്രാർത്ഥന. 2 പ്രാർത്ഥനയെക്കുള്ള വെളിപ്പാട്. 3 വെളിപ്പാടിന് കൂടെ അവൻ സൂത്രം ചെയ്തതും മാന്ത്രികത്തിനും എന്ത് വച്ചിരിക്കുന്നോ അത് കണ്ടുപിടിപ്പാൻ. ആ വെളിപ്പാട് കണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോ ആ ശക്തി നിങ്ങളെ വിട്ടു പോകയാ. ഏലിയാവെന്ന് പറയാവിനിട്ട് അവൻ നാബോതിന്റെ
രക്തം നായ്ക്കൽ നക്കെങ്കിൽ അവൻ നിന്റെ രക്തവും അവിടെ നക്കും, നിന്റെ ഭാര്യയുടെ രക്തം അവിടെ നക്കും. അവ പഴയ ഏർപ്പാട് ഏലിയാവിൽ പറഞ്ഞ ഒരു ചരിത്രമാണ്. അതങ്ങനെ സംഭവിച്ചു. അതാണ് ഇസ്രായേൽ ഇത്രയ്ക്ക് വ്യത്യാസമുള്ള ശക്തികളാണ്. ഇസ്രായേല് വേട്ടയാടുന്ന പക്ഷിയുള്ളതാ. അവൻ കഴുകന്റെ ചിറക് വിരിച്ചു പോലെ വരുന്ന ഒരു ശക്തിയാണ് ഇസ്രായേലിന്റെ ശക്തി. അവന്റെ ആത്മീയ ഹോറത്തെ ഉറക്കി കളയുന്ന ശക്തി, അവൻ പ്രാർത്ഥിക്കാതിരിക്കും ഉറക്കി കളയുന്ന ശക്തി ഇസ്രായേല. അവൻ പ്രാർത്ഥിക്കുമ്പോ ചിന്തകളെ മാറ്റുന്നത് ഇസ്രായേല. പ്രാർത്ഥിക്കുമ്പോ അവൻ ദുർചിന്തകളെ കൊണ്ടുവരുന്ന ഇസ്രായേല. നിങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോ അവൻ ആരെങ്കിലും കാണുമ്പോ അവൻ നേരെ വസ്ത്രം ധരിക്കാത്തവരെ കാണുമ്പോ ആ ശക്തികൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റും. അവൻ ഇതാ ഇസ്രായേലിന്റെ ശക്തി. അവൻ ബൈബിൾ പറയുന്നു മോഹൻ ഗർഭം ധരിക്കുന്നത് പോലെയാണ് ഇസ്രായേലിന്റെ ശക്തി ഏറി വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, ഇസ്രായേലിന്റെ ശക്തി അവൻ കാറ്റുപോലെ വന്ന് ഒരു ശരീരത്തിൽ കയറുന്നത് ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, ഇസ്രായേലിന്റെ ശക്തിയാണ് എല്ലാ ഭവനത്തും ദൈവത്തിന്റെ മക്കളെ ഭവനങ്ങളെ വേട്ടയാടി ആടിക്കൊണ്ടിരിക്കുന്നത്. അനേക ദൈവദാസന്മാരെന്ന് പറയുന്നത് ഏത് മന്ത്രമാണ്, ഏത് കെട്ട്, ഏത് ആഭിചാരം, അങ്ങനെ പറയുന്ന ദൈവദാസന്മാർ എന്താണെന്ന് കണ്ടാക്കാം. ഞാൻ എത്ര ഇടത്തെ കൊണ്ടുകൊടുക്കാം. അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേക സഹോദരിയെ കാഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കണം. അതുള്ള ദൈവദാസന്മാരുടെ വേട്ട. കെട്ടില്ല, കെട്ടില്ല അവൻ ഇന്ന് പറയുന്ന ദൈവദാസങ്ങളുടെ വരട്ടെ. സാക്ഷാത്കാരന് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ പോയി, നെട്ടിപ്പോയി കണ്ട്. രാത്രി വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവൻ ഓടിയ അങ്ങോട്ടും ഇങ്ങോട്ടും. ആണ് ആത്മീയ കണ്ണ് തുറക്കപ്പെടണം. ഇതിനെ തകർക്കണമെങ്കിൽ നിങ്ങൾ ആത്മീക കണ്ണുകൾ തുറക്കപ്പെടും. എങ്ങനെ മുളഞ്ഞു വരുമെന്നറിയാമോ ഇത്? അവൻ കണ്ണുകളാണോ ചിന്ത. അടുത്ത രാത്രി മനസ്സിലാക്കിയ ദൈവത്തിന്റെ കൃപ പ്രാപിക്കാനാണ് അവൻ ഏലിയാവിനെ ദൈവം വെളിപ്പെടുത്തിയത്. ദൈവത്തിന്റെ കൃപ പ്രാപിച്ചാല് അവൻ പഴയ ഏർപ്പാട്ടിൽ ഒരു ഏലിയാവുണ്ടെങ്കിൽ അവൻ പുതിയ ഏർപ്പാട്ടിന് ഇതാ തകർക്കാൻ ഒരു പൗലോസുണ്ട്. പൗലോസ് കണ്ട നടന് അപ്പോസ്തലൻ 19 വായിക്കുമ്പോ പൗലോസ് കണ്ട പിശാച് നടുകയാ. പുതിയ നിയമത്തിൽ പൗലോസ് പിശാച് വറയ്ക്കും. പൗലോസിന്റെ അവൻ കച്ചയെടുത്ത് ഇങ്ങനെ എറിഞ്ഞപ്പോഴെ പിശാച് അങ്ങ് പോയി. അതാ മനസ്സിലാക്കാൻ. പൗലോസിന്റെ കച്ചയെടുത്ത് കർച്ചിപ്പെടുത്ത് ഇങ്ങനെ പിശാച് പോയി. പൗലോസിനെ കണ്ട നടുങ്ങും ലൂസിഫർ, പൗലോസിനെ കണ്ട വിറയ്ക്കും പിശാച്. അവൻ അതാണ് ദൈവത്തിന്റെ കൃപ. പഴയ ഏർപ്പാട്ടിനകത്ത് ഏലിയാവിനെ കാണുമ്പോ എല്ലാരും വിറയ്ക്കയാ. അതേപോലെ തന്നെ പുതിയ ഏർപ്പാട്ടിൽ പൗലോസെ കണ്ട വിറച്ചു കളയും. അവൻ പത്രോസ് വരെ പൗലോസെ കണ്ടപ്പോ നടുങ്ങി. നിങ്ങളുടെ വീട്ടിൽ കലാത്തിയർ വായിച്ചറിയാം. പൗലോസ് ഓപ്പണാ പറയുന്ന ആളാ. പൗലോസ് സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നവൻ, കുറ്റം കണ്ട വെട്ടുന്നവനാ പൗലോസ്. കുറ്റം കണ്ടവൻ ഒരു ദയവില്ല. കുറ്റം കണ്ടവൻ പത്രോസ് വരെ വെട്ടി. അങ്ങനെ വേണം പൗലോസ് അപ്പോസ്തലൻ 19 വായിക്കറിയാം. അവൻ ഒന്ന് വായിച്ചാട്ടെ. അവന്റെ മേൽമേൽ നിന്ന് റൂമനും ഉക്കിരിയവും രോഹിയുടെ മേൽ കൊണ്ടിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കളെ പുറപ്പെടുകയും ചെയ്തു. അപ്പോ മനസ്സിലാക്കണമേ, അടുത്ത് പറയുന്നു അപ്പോസ്തലൻ 19 അടുത്ത് പറയുന്നു അവൻ മുകളിലോട്ട് വായിക്കുമ്പോ അടുത്തൊരു അവൻ ദുരാത്മാവ് പിടിച്ച ഒരു കൂട്ടരെ കാണുക. പൗലോസിനെ അറിയാം, ഇങ്ങനെ ചാടി വരിക. അവൻ യേശുവിന്റെ നാമം ചെല്ലാൻ തുടങ്ങി. അപ്പൊ വായിച്ചത് 16 അങ്ങനെ അവർ മഹാപുരോഹിതരായ ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതരായ ശേബ എന്ന് പറഞ്ഞ യഹൂദന്റെ 7 പുത്രന്മാര് ആയിരുന്നു. ദുരാത്മാവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ
നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരെ 7 പേരിൽ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കാൻ നഗ്നരും മുറിവേറ്റരുമായി അവർ ഇട്ടുതോടി. ഇവനെ കണ്ടപ്പോൾ ചോദിച്ച വരില്ല. അപ്പൊ 7 പേരെന്ത് ചെയ്തു? ദുരാത്മാവുള്ള വസ്ത്രമില്ലായിരുന്നു. അയ്യോ എന്തെന്നറിയാമോ? ആ 7 പേരെ വസ്ത്രം പിശാചെടുത്തുണ്ടെന്ന് പോയി. അപ്പോ 7 പേരും ആ വസ്ത്രകാലത്തോട് അവർ ഈ ദേശത്ത് അതറിഞ്ഞു. അവിടെ ഒരു പ്രവൃത്തിയാ ആ ദേശത്ത് ജനം അറിഞ്ഞു. ജനം അറിഞ്ഞപ്പോ 50,000 വില ഉള്ള എന്ത് കൊണ്ടുവച്ചു? അവൻ മന്ത്രപ്പുക്കുകളെ കൊണ്ടിട്ട് തീരിട്ട് ചുട്ടു കളഞ്ഞു. അപ്പൊ ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, ഇതാ ദൈവിക പ്രവൃത്തി. അതുകൊണ്ട് ഇതാ ഇസബേലെ തകർക്കണമെങ്കിൽ ഇത്രേ കണ്ടുപിടിച്ചാൽ, ദൈവത്തിന്റെ വരങ്ങൾ കൃപാവരങ്ങളെ കണ്ടുപിടിച്ചാല് ദൈവസഭ അവൻ കൃപാവരങ്ങളിൽ യോഗ്യമായി ഫലം കായ്ക്കണം. ദൈവസഭ കൃപാവരങ്ങൾ പ്രാപിച്ചില്ലെങ്കിൽ, വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പിശാചാകുന്നവന് അവൻ ദൈവമക്കളെ വേട്ടയാണ്. അപ്പൊ ഇന്ന് രാത്രി മനസ്സിലാക്കണേ, ഇതെല്ലാം മനസ്സിലാക്കിയാലേ ഈ സഭയെ തകർക്കാൻ പറ്റും. കണ്ണു നടക്കാം.